ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന കരാർ ഒപ്പുവെക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാർ. 114ഓളം വരുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് 3.25 ലക്ഷം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കരാറിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ പലതും നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിൽ ഒരു റഫേൽ തന്നെ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്? മറ്റ് ഒരുപാട് യുദ്ധവിമാനങ്ങൾ നിലവിൽ അവൈലബിൾ ആണല്ലോ. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം? 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രാഥമിക അനുമതി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് ഈ വിമാനങ്ങളുടെ പർച്ചേസിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ തീരുമാനത്തെ ശരിവെക്കണം. അതിനും ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS അവരാണ് അന്തിമ അനുവാദം ഈ പർച്ചേസിന് നൽകേണ്ടത്. സ്വാഭാവികമായിട്ടും ഇനി ആദ്യത്തെ ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡിലാണ് വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുന്ന സൈന്യത്തിന്റെ പ്രതിനിധികളും ഒക്കെ കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നത്. അതിനുശേഷമുള്ളത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിമാനങ്ങൾ വാങ്ങും. എന്നോട് ചോദിച്ചല്ലോ, ഇപ്പോൾ ഈ വിമാനം ഇത്രയധികം തുക മുടക്കി വാങ്ങുന്നത്. ഗൗതം പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അതായത് നിരവധി റാഫേൽ വിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം പാകിസ്ഥാന്റെ കുപ്രചാരണങ്ങളാണ്. ഒരു റാഫേൽ വിമാനം ഒരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്നു. കാരണം അതിനുള്ള തെളിവ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ കൈവശം 36 റഫാൽ വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ അതിൻ്റെ അത് കൂടുതൽ പുതിയ ആയുധങ്ങൾ ചേർത്തിട്ട് അത് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പത്രക്കുറിപ്പ് സർക്കാരിൻ്റെ പുറത്ത് വന്നപ്പോൾ 36 പകരം 35 എന്നാണ് എഴുതിയിരുന്നത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ. അപ്പോൾ ഒരു വിമാനം നഷ്ടപ്പെട്ടിരിക്കുക. പക്ഷെ അത് പാകിസ്ഥാൻ്റെ ആയുധം ഏറ്റിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, അത് വേറൊരു ചർച്ചയാണ്. അതിന് പകരം ഇവിടെ എന്തുകൊണ്ട് വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ മുൻപ് വാങ്ങിച്ച F-3 വിമാനങ്ങൾ അതിൽ നിന്നും ഒരു ജനറേഷണൽ ഷിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന F-4 വിമാനങ്ങൾക്ക്. അതായത് പഴയ വിമാനങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈ പുതിയ വിമാനത്തിനുണ്ട്. സാങ്കേതിക അർത്ഥത്തിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസിൽ ഇത് 4.5+ എന്നാണ് പറയുന്നതെങ്കിലും ഏതാണ്ട് ഒരു 5th ജനറേഷൻ വിമാനത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ ഇതിനുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ നമ്മൾ F-35 കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. അതൊരു നെറ്റ്വർക്ക് സെൻട്രിക് വിമാനമാണ്. അതായത് പിന്നെ ഏതൊരു രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും അത് ആ രാജ്യത്തെ റഡാറുകളുമായിട്ടും സെൻസറുകളുമായിട്ടും അതുപോലെ തന്നെ അവാക്സുമായിട്ടും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ടാർഗറ്റിനെ ട്രേസ് ചെയ്യുകയും ഉപഗ്രഹം വഴി പോലും ആ വിമാനം നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ആ വിമാനം ഓൾമോസ്റ്റ് ഒരു സ്വതന്ത്ര എൻറ്റൈറ്റി പോലെ ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഈ പണ്ടൊക്കെ പറയുന്ന പോലെ ഒരു വിമാനം എന്ന് പറയുന്നത് അതൊരു കാറ് പോലെ ഒരു പ്രത്യേക വാഹനമായിട്ടൊന്നും കണക്കാക്കണ്ട. അതൊരു പ്രത്യേക ഒരു എൻറ്റൈറ്റി, അതായത് അതൊരു പ്ലാറ്റ്ഫോമാണ്. അതൊരു നെറ്റ്വർക്ക് ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു കൺട്രോൾ റൂം പോലാണ് ഇന്നത്തെ വിമാനങ്ങളൊക്കെ. അപ്പോൾ ആ ഗുണങ്ങളും റഫാലിനുണ്ട്. അതായത് ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് പൂർണ്ണമായിട്ടും അത് പിന്നെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന പ്രത്യേകതകളുണ്ട്. പിന്നെ ഒരു പരാതി പലരും ഉന്നയിച്ചിരുന്നു. അതായത് വിമാനത്തിൻ്റെ സോഴ്സ് കോഡ് ഫ്രാൻസ് തരുന്നില്ലല്ലോ എന്നുള്ളത്. അതിൽ കുറച്ച് വാസ്തവമുണ്ട്. വിമാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സോഴ്സ് കോഡ് ഫ്രാൻസ് നൽകുന്നില്ല. റഷ്യ ആകട്ടെ Su-57 കാര്യത്തിൽ അവർ നമുക്ക് ഓഫർ ചെയ്തപ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു പൂർണ്ണമായിട്ടും. പക്ഷേ ഇവിടെ അത് പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുന്നില്ല. എന്നിരിക്കലും ഭാഗികമായിട്ട് അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾ ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളായിട്ടുള്ള അസ്ത്ര 2, അസ്ത്ര 3, അതുപോലെ രുദ്ര 2, 3 ഇതൊക്കെ തന്നെ ഈ വിമാനവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ സോഴ്സ് കോഡിൻ്റെ ആ ലെവൽ വരെയുള്ള ഒരു
സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ്, കമാൻഡ് കൺട്രോൾ നമുക്ക് അവർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഈ ഞാനിത് പറഞ്ഞത് സാങ്കേതിക കാര്യത്തിലാണ്. അതുകൂടാതെ ഈ വിമാനങ്ങൾ, ആദ്യത്തെ 18 വിമാനങ്ങൾ മാത്രമാണ് ഫ്ലൈ അവേ കണ്ടീഷൻ എന്ന് പറയുന്ന വിമാനം പൂർണ്ണമായിട്ടും ഫ്രാൻസിൽ നിർമ്മിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് ഈ വിമാനം കയറ്റുമതി ചെയ്യുന്നത്. ബാക്കി വിമാനങ്ങൾ ഈ 114-ലെ 18 എണ്ണം മാറ്റിക്കഴിഞ്ഞാൽ, അതായത് 96 വിമാനങ്ങൾ ഇന്ത്യയിൽ, 96-97 വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഘടകങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കും സോഴ്സ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു വളരെ മെച്ചുറായിട്ടുള്ള ഒരു വിമാന നിർമ്മാണത്തിന് വേണ്ട പ്രത്യേകിച്ച് ഒരു യുദ്ധവിമാനത്തിന് വേണ്ട ഒരു ആവാസ വ്യവസ്ഥ വരുന്നു. അത് വേറൊരു പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യം, ആദ്യമായിട്ട് ആണ് ഈ ഒരു ഫൈനൽ അസംബ്ലി എന്ന് പറയുന്നത്. അതായത് ഒരു വിദേശ യുദ്ധവിമാന കമ്പനി, അതും റഫാല് പോലെ ഏതാണ്ട് അമേരിക്കയുടെ ബോയിങ്ങിനെയോ അല്ലെങ്കിൽ ലോക്ഹീഡ് മാർട്ടിനെ പോലുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ഒരു വിമാനം നിർമ്മിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. അവർ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫാലുകൾ വിദേശത്തേക്കൂടെ കയറ്റുമതി ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഒരു റഫാൽ ഫാക്ടറി, ദസോൾട്ട് ഏവിയേഷൻ ലിമിറ്റഡ് റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഒരു ഫാക്ടറി ഇന്ത്യയിൽ തുറക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യക്ക്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇന്ത്യ ഇത് വാങ്ങിക്കുന്നു, എന്താണ് ഇന്ത്യയുടെ നേട്ടം എന്നുള്ള ചോദ്യത്തിന് ഒരു വിമാനം വരിക മാത്രമല്ല, ഭാവിയിൽ ഒരു യുദ്ധവിമാനത്തിൻ്റെ, അത്യന്താധുനികമായ ഒരു യുദ്ധവിമാന നിർമ്മാണത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇന്ത്യയിലേക്ക് മാറ്റുകയാണ്. അതായത് ഫ്രാൻസിന് പുറത്ത് ദസോൾട്ട് ഏവിയേഷൻ്റെ ഒരേ ഒരു നിർമ്മാണ കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ് ഇന്ത്യയിലെ നാഗ്പൂർ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഞാനിത് പൊതുവേ ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആദ്യമേ ഞാൻ പറഞ്ഞു ഇതൊരു നെറ്റ്വർക്ക് സെൻട്രിക് ആയിട്ടുള്ള ഒരു വിമാനമാണ്. ഈ F4+ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ റഡാറും എയർബോൺ സെൻസറുകളുമായിട്ടും ഇന്ത്യയുടെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള കമാൻഡ് സെന്ററുകളുമായിട്ടും ഒക്കെ തന്നെ ഇത് ബന്ധിപ്പിക്കപ്പെടും. അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഈ റഫാൽ F4 യോജിപ്പിക്കപ്പെടുന്ന ഒരു മെച്ചം ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെക്ട്ര എന്ന് പറയുന്ന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, അതായത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിന് നേരെ വരുന്ന മിസൈലുകളാകട്ടെ, അല്ലെങ്കിൽ ഇതിന് നേരെ വരുന്ന മറ്റു രീതിയിലുള്ള ആക്രമണങ്ങളാകട്ടെ, ഇതൊക്കെ തന്നെ തടയാൻ വേണ്ട, ജാം ചെയ്യാനും സ്പൂഫിങ്ങിനുമുള്ള ഒരു സിസ്റ്റമാണ് സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് സ്പെക്ട്ര എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഒന്നാമത്തെ. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള, ഒരുപക്ഷെ രണ്ടാമത്തെ BUR മിസൈലായ മെറ്റിയറിൻ്റെ റേഞ്ച് 200 മുതൽ 300, ഏതാണ്ട് 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ളതാണ് ഹെഡ് ഓൺ ചേസ് നടത്തുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള ഒരു എയർ ടു എയർ മിസൈൽ ചൈനയുടെ PL-15നേക്കാളും റേഞ്ച് ഉണ്ട്. PL-15 200 തൊട്ട് 250 കിലോമീറ്റർ വരെയാണ്. മെറ്റിയോറിൻ്റേതാകട്ടെ 250-ന് മുകളിലാണ്, 300 കിലോമീറ്ററിന് അടുത്ത് വരെ റേഞ്ച് ഉണ്ട്. അങ്ങനെ ഒരു മിസൈൽ നമുക്ക് കൈവശം ഇതോടൊപ്പം ഉണ്ടാകും. രണ്ടാമത്തേത് സ്കാപ്പ് എന്ന് പറയുന്ന എയർ ടു ഗ്രൗണ്ട് മിസൈലാണ്. സ്കാപ്പ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ വിജയകരമായിട്ട് ഇന്ത്യ പരീക്ഷിച്ച ഒരു മിസൈലാണ് സ്കാപ്പ്. അതുപോലെ ഹാമർ മിസൈലുകൾ, ഇതൊക്കെ തന്നെ ഇതിനോടൊപ്പം നമുക്ക് കിട്ടുകയാണ്. തദ്ദേശീയമായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയ പിന്നെ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ, ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ഉണ്ടാക്കിയ ഒരു 100-150 കിലോമീറ്റർ വരെ ഒരു മിസൈൽ പോയി പറന്നു എന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ, ഇതെല്ലാം തന്നെ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവരുടെ ഈ എൻജിൻ പ്രൊഡക്ഷൻ സ്നെക്ക M88 ആണെന്ന് തോന്നുന്നു ഇതിൽ ഉപയോഗിക്കുന്ന എൻജിൻ. ആ എൻജിൻ സഫ്രാൻ്റെ എൻജിനാണ്. ആ എൻജിൻ്റെ ഒരു MRO, അതായത് മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ ഫെസിലിറ്റി
ജേവാർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ തുറക്കും. മാത്രമല്ല ആ എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങും. അത് ഹൈദരാബാദിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ ഫ്യൂസലേജ് എന്ന് പറയുന്ന വിമാനത്തിന്റെ ഹള്ള, അതായത് വിമാനത്തിന്റെ ബോഡിയുടെ പല ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ തന്നെ ദസോൾട്ട് ഏവിയേഷൻ അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മൂന്ന്, അതായത് പിന്നെ ഇതിന്റെ എഞ്ചിൻ നമ്മൾ നിർമ്മിക്കുന്നു. അതുകൂടാതെ നമ്മൾ പിന്നെ സഫ്രാനുമായിട്ട് ചേർന്ന് ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ സഫ്രാന്റെ സജീവമായ സാന്നിധ്യം ഇന്ത്യയിലുണ്ടാവും. ഇന്ത്യ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ജെറ്റ് എഞ്ചിനിന്റെ നിർമ്മാണത്തിലാണ്. ഈ റഫാല് എന്ന ഫൈറ്റർ ജെറ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു സ്ഥിതി മാറാൻ പോവുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാഗ്പൂരിൽ ആണ് ഇതിൻ്റെ ഒരു ഫൈനൽ അസംബ്ലി ലൈൻ തുറക്കാൻ പോകുന്നത്. അവിടെ നിന്നും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറർ എന്ന് പറയുന്ന ഒരു വിമാന കമ്പനി ഇന്ത്യയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ തുറക്കാൻ പോകുന്നത്. ഇത് ആദ്യത്തെ സംഭവമാണ്. പ്രത്യേക ഒരു യുദ്ധവിമാനത്തിൻ്റെ കാര്യം വരും. അങ്ങനെ ആ ഒരു യുദ്ധവിമാനം ഇന്ത്യയിൽ വരുമ്പോൾ ഇത് ഒരു വർഷം 24 യുദ്ധവിമാനങ്ങൾ നാഗ്പൂരിലെ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. വളരെ വേഗത്തിൽ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യും. ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തതോടുകൂടി ദസോൾട്ട് ഏവിയേഷൻ ഫാക്ടറി അടച്ചുപൂട്ടി തിരിച്ച് ഫ്രാൻസിലേക്ക് പോകുന്നില്ല. അവരിവിടെ ഉൽപ്പാദനം തുടരും എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഉൽപ്പാദനം തുടരുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ റഫാൽ F4 ഫൈറ്റർ ജെറ്റുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യും. ഇനി മറ്റൊരു കാര്യം, ഈ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന 95-ലധികം F4 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ മാത്രമല്ല, അതിൽ F5 വരാനിരിക്കുന്ന കോൺഫിഗറേഷൻ ബ്ലോക്കായിട്ടുള്ള F5 ബ്ലോക്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ വില ഒരു പക്ഷേ കൂടുതലായിരിക്കാം. ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. അതായത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ റഫാൽ വിമാനങ്ങൾ വാങ്ങുമ്പോൾ വെറും 36 വിമാനങ്ങൾ ആയിട്ട് നമ്മൾ ചുരുക്കി. അന്ന് ആദ്യം 150ഓളം വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതി ഇട്ടത്. എന്തുകൊണ്ട് അന്ന് ഇത്രയധികം വിമാനങ്ങൾ? ഇപ്പോൾ ഒരുപക്ഷെ പഴയതിനേക്കാൾ വില കൂടുതലാണ്. എന്തുകൊണ്ടാണ് ആ വില കൂടിയ വിലയ്ക്ക് നമ്മൾ അന്ന് തീരുമാനമെടുക്കാതെ ഇന്ന് തീരുമാനമെടുത്തത് എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ കുറച്ച് വാസ്തവമുണ്ട്. ഇന്ത്യയിൽ തീരുമാനമെടുക്കാനുള്ള സംവിധാനങ്ങളുടെ ഒരു ഡിലേയെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അന്ന് നമ്മൾ വാങ്ങിച്ച വിമാനമല്ല, ഇതൊരു ജനറേഷണൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിമാനമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളും വാങ്ങിക്കുന്ന പോലെയല്ല, നമ്മൾ ഇതിനോടൊപ്പം സർവ്വ ആയുധങ്ങൾ സഹിതമാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ വിലയിൽ അതെല്ലാം ഉൾപ്പെട്ടിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യന്താധുനികമായ ഒരു വിമാനം, അതായത് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ കൈവശമുള്ള വിമാനങ്ങളിൽ ഏറ്റവും അധികം യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ട ഏറ്റവും പുതിയ വിമാനം ഈ പറയുന്ന റഫാലാണ്. കാരണം ഇപ്പം എല്ലാവരും F-22 F-35 കുറിച്ച് പറയും, പക്ഷെ അത് യുദ്ധങ്ങളിലൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. എല്ലാ യുദ്ധങ്ങളും ഉപയോഗിച്ച് കഴിവ് തെളിച്ചാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഇതിൻ്റെ മെച്ചം മനസ്സിലായതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും നമ്മളിത് വാങ്ങിക്കുന്നത്. ഇത് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു 3-4 വിമാനങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ വാങ്ങിക്കില്ലായിരുന്നു. അപ്പോൾ ഈ വസ്തുതകളൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും, അതുപോലെ തന്നെ പുതിയ പല ഇന്ത്യൻ കമ്പനികളുമായിട്ട് ഇവർ കരാറിൽ ഏർപ്പെടുകയാണ്. ടാറ്റായ, അതുപോലെ മഹീന്ദ്ര കമ്പനി, ഡൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവരാണ് ഈ സൂപ്പർ അലോയികളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ പല ഭാഗങ്ങൾക്കും സൂപ്പർ അലോയി എന്ന ഒരു ലോഹം ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ ലാർസൻ ആൻഡ് ട്യൂബ്രോ ഉണ്ട്. ഇങ്ങനെ ഒരു വലിയ സപ്ലൈ ചെയിൻ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇതാണ് ഈ ഒരു ഇടപാടിൻ്റെ നേട്ടം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് നേട്ടങ്ങളും കോട്ടങ്ങളും അടക്കം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ വിമാനത്തിൻ്റെ വില കുറയ്ക്കാൻ പറ്റുമായിരുന്നു, എന്തുകൊണ്ടാണ് Su-57 നമ്മൾ വാങ്ങിക്കുമോ ഇല്ലയോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. Su-57 ആണ് റഫാലിനേക്കാൾ നല്ലതെന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് Su-57 പൂർണ്ണമായിട്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല. അത് ഇതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങിക്കാൻ ഉള്ള തയ്യാറെടുപ്പില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അത്തരം ചർച്ചകളുമായിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം.